കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മളെ മതബോധന കേന്ദ്രത്തിൻ്റെയൊക്കെ വകയായിട്ട് ടൗണിൽ ബുക്ക് സ്റ്റോളുണ്ടായിരുന്ന കാര്യം പഴയ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അനില കുറേ നാളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് സിസ്റ്റർ ജാനറ്റിൻ്റെ കൂടെ ഒരിക്കൽ ഞാൻ എവിടെയൊക്കെയോ യാത്ര ചെയ്ത് വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ ക്ഷീണിച്ചവിടെ വന്നു. ഞാൻ ക്ഷീണിച്ചവിടെ വന്ന് ബുക്ക് സ്റ്റോളിൻ്റെ അവിടെ വണ്ടി നിർത്തി കയറി വന്ന് ഞാൻ അനിലോട് പറഞ്ഞു, ഞാൻ ഇന്നാകെ മടുത്താണ് അനിലെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അനില വളരെ സരസമായിട്ട് പറഞ്ഞു, ഒരു സമർപ്പിതൻ മടുത്തെന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അനിലെന്ന് ജൂനിയർ സിസ്റ്ററാണ്, ഞാൻ അത്യാവശ്യം സീനിയറായ ആളാണ്. ഞാൻ വളരെ തമാശയായിട്ട് അത് എടുത്തു. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വചനം ഇങ്ങനെ ഓർക്കാറുണ്ട്, അനില പറഞ്ഞ വചനങ്ങൾ. അനില പറഞ്ഞ വളരെ സത്യമായൊരു കാര്യമാണ്. നമ്മളെത്ര ഓടി മടുത്താലും മടുത്തെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം മടുപ്പ് ക്ഷീണമാണല്ലോ പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് അനിലോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മരിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന ആദ്യ ചിന്ത അതാണ്. വിശ്രമമില്ലാതെ അധ്വാനിച്ച് മടുപ്പ് പ്രകടിപ്പിക്കാതെ തൻ്റെ സമർപ്പണ ജീവിതം ജീവിച്ച് നമ്മളോട് വിട പറഞ്ഞു പോകുന്ന ഒരു നല്ല സിസ്റ്ററാണ് സിസ്റ്റർ അനില. അനിലെ ആദ്യകാലങ്ങളൊക്കെ എനിക്ക് കൂടുതൽ പരിചയമുണ്ട്. ഞാൻ അതിലേക്ക് യാത്രക്കാരൻ അങ്ങോട്ട് പോയതുകൊണ്ട് പിന്നെ അടുത്ത കാലം എനിക്ക് ഒത്തിരി പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ അറിയ സെൻറ്ററിൽ വന്നപ്പോൾ എനിക്ക് അനില മഠത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാണാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. എനിക്ക് എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് അനില വളരെ മിടുക്കിയായിട്ടാണ് ഇരുന്നത്. ഒത്തിരിയേറെ വർത്തമാനം പറയുകയും തമാശ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയെ പോലും സന്തോഷത്തോടെ ആയിരിക്കാനും അതിനെയൊക്കെ തമാശ രൂപേണ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനൊക്കെ അനിലയ്ക്ക് കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു അർപ്പണത്തിൻ്റെയും ആത്മീയതയുടെയും ഫലം കൊണ്ടാണ് അങ്ങനെ സാധിച്ചതെന്ന് മനസ്സിലാക്കുകയാണ്. ദൈവം അനിലയ്ക്ക് നല്ല സാമാന്യം നല്ലൊരു ആയുസ് നൽകി. പക്ഷേ രോഗം വന്നിപ്പോൾ ഒരു 8-10 മാസമായി രോഗാവസ്ഥയിലായി നമ്മൾ ഞെടുക്കപ്പെട്ടു. പക്ഷേ അനിലയെ പറ്റിയുള്ള എൻ്റെ ചിന്ത, അനിൻ്റെ സമർപ്പണ ജീവിതത്തെ വളരെ ഗൗരവമായി കണ്ട് വിശ്വസത്തോട് ജീവിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം തന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അനിത എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ അവരോട് പറയാനും തിരുത്താനുള്ള ആർജവത്വവും അനില പലപ്പോഴും പ്രകടിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അനിലയുടെ ചരിത്രമൊക്കെ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. എങ്കിലും വിവിധങ്ങളെ സ്ഥലങ്ങളിൽ സുപ്പീരിയറായിട്ടും മറ്റ് ഹൗസുകളിലൊക്കെ അംഗമായിട്ടൊക്കെ ജീവിച്ച് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അനിലയൊക്കെ. അവിടുത്തെ ആളുകൾ ഓരോരുത്തർ ചിലരൊക്കെ എന്നെ 1-2 പേര് പഴുവൂരിൽ തന്നെ വിളിച്ചു, ഇതാ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ വന്നവരായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ താനായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ജീവിക്കാനും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യാനും അവിടെയുള്ള ആളുകളോടൊക്കെ സ്നേഹഭാവേന ഇടപെടാനും ഒക്കെ അനില പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. അതാണല്ലോ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു, ജനം പ്രതീക്ഷിക്കുന്നു. കൂടാതെ പ്രോവിൻസിൻ്റെ ഒരു ഫൈനാൻസ് കാര്യങ്ങൾ, പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അനില നിയോഗിക്കപ്പെട്ടിരുന്നു. ഞാൻ വിചാരിക്കുകയാണ് അതെല്ലാം ഏറെ കൃത്യതയോടുകൂടിയും സത്യസന്ധമായിട്ടും അനില വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദീർഘനാൾ തൻ്റെ സമർപ്പണ ജീവിതത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി സമർപ്പണ ജീവിതം നയിച്ച് അനില നമ്മളോട് വിട പറയുമ്പോൾ ഈ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന അനില തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരമാണ് ദൈവം കൊടുത്തത്. തമ്പുരാനെ അനിലോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണല്ലോ അനിലേക്ക് കിട്ടിയ സമർപ്പണ ജീവിതം തന്നെ. അനിലയെ കർത്താവ് സ്വന്തമാക്കി. അനിലേക്കും അനുഭവം ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞു, കർത്താവ് എന്നെ സ്വന്തമാക്കി എന്നുള്ള അനുഭവമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ കുറച്ച് ചെറിയ സഹനങ്ങളിലൂടെ അല്ലെങ്കിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നപ്പോൾ കുറച്ചുകൂടി കർത്താവിനെ അടുത്തറിയാനും അനുഭവിക്കാനൊക്കെ അനിതയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സ്വയം വിശദീകരിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള അവസരം അനിലേക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. ആ നിലയിലൊക്കെ നമ്മൾ അനിലോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം ദൈവത്തെ സംബന്ധിച്ചുള്ള അമൂല്യമാണ്. സങ്കീർത്തകൻ 115:16 നമ്മൾ വായിക്കുന്നുണ്ട്. ആ അനില തമ്പുരാന് വേണ്ടി ജീവിച്ചു, ജനത്തിന് വേണ്ടി ജീവിച്ച് തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ച് അവസാനം കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് എത്ര ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കും അനിലയെ തൻ്റെ സമീപത്തേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ജീവിതയാത്ര മുഴുവൻ ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയായിരുന്നു.
അത് കർത്താവിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്തത്. എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എല്ലാം കടന്നു ചെല്ലുമ്പോൾ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയെ തീർച്ചയായിട്ടും സന്തോഷം സ്വീകരിച്ച് തൻ്റെ വലതുഭാഗത്ത് തന്നെ ഇരുത്തി അനുഗ്രഹിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അനിലെ മുഖേന ഒത്തിരിയേറെ കൃപകൾ കമ്മ്യൂണിറ്റി ആയിരുന്നപ്പോൾ കമ്മ്യൂണിറ്റിയിലെ പല അംഗങ്ങൾക്കും പ്രോവിൻസിനും ഇടവകൾക്ക് സേവനം ചെയ്തപ്പോൾ അവിടെ മനുഷ്യർക്കൊക്കെ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലെ പല രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. മതബോധന രംഗത്തും സംഘടനാ രംഗങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പേർക്ക് ദൈവിക സന്ദേശം കൊടുക്കുവാൻ അതിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വേദനിച്ചും പ്രയാസപ്പെട്ടു വന്ന അനേകർക്ക് ആശ്വാസമായി തീരുവാൻ അതിലേക്ക് സാധിച്ചിട്ടുണ്ട്. സാന്ത്വനപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ശക്തി വരാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ ചെതറിപ്പോകാവുന്ന കുടുംബങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടാനൊക്കെ അതിലേക്ക് സാധിച്ചിട്ടുള്ളത് സത്യമാണ്. ഇതൊക്കെ അനിലയിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, കാരണം അഭിയോന്ന് ജോസ് പിതാവ് വരുമ്പോൾ ഒരു കൊച്ചു സന്ദേശം നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ വേർപാടിലൂടെ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട പള്ളിവാതിക്കൽ കുടുംബാംഗങ്ങളെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളങ്ങ് ഇടുക്കിയിൽ നിന്ന് ഒത്തിരി ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകും. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മകളെ ഈ സന്യാസിനി സമൂഹത്തേക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിനോർത്ത് നിങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം സിസ്റ്റർ അനിലയുടെ വേർപാട് ദുഃഖിക്കുന്ന പ്രൊവിൻഷ്യൽ സിസ്റ്റർ പൗലിനെയും കൗൺസിലേഴ്സിനെയും സിസ്റ്റേഴ്സ് എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുണ്ടാകും. ഈ വേർപാട് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണമല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിലാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. മരണത്തെ നമുക്ക് അങ്ങനെ നോക്കിക്കാണാൻ കഴിയും. നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ സ്ഥലം ഒരുക്കുകയാണ്. ആ ഒരുക്കൽ പൂർത്തിയാകുമ്പോൾ അവിടുന്ന് നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അനിലയെ കർത്താവ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മളും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നമ്മൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ കർത്താവ് തന്നെ ഉണ്ടല്ലോ എന്ന ചിന്തയാണ്. അനിലയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജീവിതകാലത്ത് വന്നുപോയ കുറവുകൾ, പോരായ്മകൾ മാനുഷികമാണ്. അതെല്ലാം കർത്താവിന് ക്ഷമിക്കണമെന്ന് പറയാം. അവിടുന്ന് ഓർത്തിരുന്ന് ശിക്ഷിക്കുന്നവനല്ല, കരുണാപൂർവ്വം ക്ഷമിക്കുന്നവനാണ്. നിൻ്റെ അതിക്രമങ്ങളും നിൻ്റെ പാപങ്ങളും ഞാൻ ആഴിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയും എന്ന മിക്ക പ്രവാചകൻ്റെ വചനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒഫീസിൽ നമ്മൾ പതിവനുസരിച്ച് ചെല്ലിപ്പോവെങ്കിലും അവിടെ ചെല്ലുന്നൊരു വചനം എന്താണ്? കർത്താവ് ഈ പാപങ്ങൾ ഓർത്തിരുന്നാൽ ആർക്കാണ് രക്ഷയുണ്ടാകുക? കർത്താവ് പാപങ്ങൾ ഓർത്തിരുന്ന് ശിക്ഷിക്കുന്നതിനല്ല, കരുണയോടുകൂടി വർത്തിച്ച് ക്ഷമിച്ച് നമ്മളെ തൻ്റെ പക്കലേക്ക് സ്വീകരിക്കുന്നതിനാണ്. ആ കാരുണ്യവും ക്ഷമയും അനിലേക്കും ദൈവം സമർത്ഥമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയൂടി ചെയ്യുകയാണ് ഈ നിമിഷത്തിൽ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് അനിലയെ ഏൽപ്പിക്കാം. ദൈവമേ, അനിലയെ അനുഗ്രഹിക്കണമേ, നിത്യജീവൻ നൽകി കാത്തുകൊള്ളണമേ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.